ഹലോ, ഇന്ന് നല്ലൊരു മധുരക്കൊഴുക്കട്ടയുടെ റെസിപ്പി ആയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല റെസിപ്പി കേട്ടോ. അപ്പോൾ ഞാനിതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് അതിലേക്ക് കടലപ്പരിപ്പ് കുതിർത്തത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അതൊന്ന് ഉരുകി വരുമ്പോൾ നല്ലപോലെ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് മാവ് ഞാൻ അരിപ്പൊടി ഇടിയപ്പപ്പൊടിയൊക്കെ ഇല്ലേ അതായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്കിതൊന്ന് കലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി മാവെല്ലാം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ അവധി ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്താൽ തണുത്തതിന് ശേഷം കൊടുക്കണം കേട്ടോ. അവരിതെല്ലാം നല്ലപോലെ നമുക്ക് പെട്ടെന്ന് എല്ലാം ഉരുട്ടിത്തരും. അവർക്കിതൊരു നല്ലൊരു എന്തോ പറയാൻ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിതാ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ടൊന്ന് മൂപ്പിച്ച് നല്ലപോലെ ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണോ അതിനനുസരിച്ച് ഇടാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിലേക്കിതാ ഞാനിവിടെ കുതിർത്ത് വെച്ചിരുന്ന ബാക്കി കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ബോൾസായിട്ട് ഉരുട്ടി വെച്ചിട്ട് മാവെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഈ മാവ് കലക്കി എടുത്തത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് കുറുകി കിട്ടും. ഇപ്പോൾ അതെല്ലാം തിളച്ച് വരുന്നുണ്ട്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള പാലും കൂടെ, തേങ്ങാപ്പാലോ പശുവിൻ പാലോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം കേട്ടോ. ചേർത്ത് കൊടുത്ത് അത് തിളയ്ക്കാൻ പാടില്ല. പാല് ചേർത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം ഇട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ മധുരക്കൊഴുക്കട്ട അടിപൊളിയായിട്ടുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള മധുരക്കൊഴുക്കട്ട റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.